നമ്മുടെ 30 ഡേ ഫ്ലുവൻസി ചാലഞ്ചിലെ ഡേ 8 ആണെന്ന്. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സെന്റൻസ് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനു മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന ഹോംവർക്ക് ഓർമ്മയുണ്ടോ? അതിൽ ദ മോർ എന്ന് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ തന്നിരുന്നില്ലേ? അവിടെ കുറച്ചു പേർക്ക് സംശയം ഉണ്ടായിരുന്നല്ലേ? അവിടെ ശരിക്കും പറയേണ്ടത് ഇങ്ങനെയാണ്: ദ മോർ യു സ്റ്റഡി ദ മോർ മാർക്സ് യു ഗെറ്റ്. കാരണം ഇവിടെ നമ്മൾ പറയുന്നത് എത്രയധികം പഠിക്കുന്നോ അത്രയധികം മാർക്സ് കിട്ടുന്നതാണല്ലോ. അതുകൊണ്ടാണ് ദ മോർ മാർക്സ് യു ഗെറ്റ് എന്ന് അവിടെ പറയേണ്ടി വരുന്നത് കേട്ടോ. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു വാച്ചിങ് ദ ഷോ എന്ന് പറയണേ. ടു കഴിഞ്ഞ് വാച്ച് പോരാ, അവിടെ വാച്ചിങ് തന്നെ വരണം. ആ പാറ്റേൺ ഓർമ്മയുണ്ടല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആരുടെങ്കിലും വീട്ടിൽ വിസിറ്റ് ചെയ്യാനൊക്കെ പോകുമ്പോൾ അവര് നമ്മളോട് എന്തെടുക്കേണ്ടത്, ചായയാണോ കാപ്പിയാണോ, എന്താ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതിയെങ്കിൽ അവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം: ഐ പ്രിഫർ ടീ. കാരണം അവിടെ നമ്മൾ വെറുതെ എനിക്ക് ചായ ഇഷ്ടമാണെന്ന് മാത്രമല്ല പറഞ്ഞത്, ചായയാണ് കൂടുതൽ ഇഷ്ടം എന്നാ പറഞ്ഞത്. മാത്രമല്ല അവിടെ എനിക്ക് ചായയാണ് കാപ്പിയേക്കാൾ കൂടുതൽ ഇഷ്ടം എന്നൊന്നും നമ്മൾ പറയുന്നില്ല. എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം, അതായത് അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അവിടെയാണ് ഇങ്ങനെ പറയുന്നത്, ഐ പ്രിഫർ ടീ എന്ന് പറയാം. പക്ഷെ ഇതേ കാര്യം കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് പറയാനുള്ളൊരു രീതിയുണ്ട് ഇംഗ്ലീഷിൽ. അവിടെ നമുക്ക് പറയാവുന്നത് ഐഡ് റാദർ ഹാവ് ടീ എന്നാണ്. ഐഡ് റാദർ, ഈ ഐഡ് റാദർ എന്ന് ഞാൻ എഴുതിയല്ലോ, ഈ ഐഡ് എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായോ? ഐ വുഡ് ആണ്. പക്ഷെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഐ വുഡ് റാദർ ഹാവ് ടീ എന്ന് പറയില്ല, ഐഡ് റാദർ ഹാവ് ടീ എന്ന് പറയും. എഴുതുമ്പോ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാട്ടോ, ഐ വുഡ് റാദർ എന്ന് ശരിയായിട്ടുള്ള രീതിയിൽ തന്നെ എഴുതാം. അല്ലെങ്കിൽ ഇങ്ങനെ ഷോർട്ട് ഫോം ആയിട്ട് തന്നെ എഴുതിയാലും മതി. അപ്പൊ അവിടെ വ്യത്യാസം മനസ്സിലായോ? ആദ്യം നമുക്ക് ഐ പ്രിഫർ ടീ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷെ താഴെ എന്താ പറഞ്ഞെന്ന് നോക്കിയേ, ഐഡ് റാദർ ടീ എന്ന് പറഞ്ഞാൽ പോരാ, ഐഡ് റാദർ ഹാവ് ടീ, അല്ലെങ്കിൽ ഐഡ് റാദർ ഡ്രിങ്ക് ടീ, അങ്ങനെ എന്തെങ്കിലും പറയേണ്ടി വരും. അവിടെ ഒരു വേർബ് കൂടെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും. ഇനി അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ. എനിക്ക് പറയേണ്ടത്, എനിക്ക് കോമഡി ഫിലിംസ് ആണ് കൂടുതൽ ഇഷ്ടം. പലതരം ഫിലിംസ് ഉണ്ടല്ലോ, ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അവിടെ എന്ത് പറയും? ഐ പ്രിഫർ കോമഡി ഫിലിംസ് എന്ന് പറയാം. ഐ പ്രിഫർ, അത്രയേ ഉള്ളൂ. ഐ പ്രിഫർ കോമഡി മൂവീസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐഡ് റാദർ വാച്ച് കോമഡി ഫിലിംസ് എന്ന് പറയും. അപ്പോൾ ഐഡ് റാദർ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു വേർബ് കൊണ്ടെന്ന് കണ്ടോ, ഐഡ് റാദർ വാച്ച് കോമഡി ഫിലിംസ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ആ ഐ പ്രിഫർ എന്നുള്ളത് കഴിഞ്ഞിട്ട് ഒരു നൗൺ ആണ് വന്നത് അല്ലെ? ഐ പ്രിഫർ ടീ അല്ലെങ്കിൽ ഐ പ്രിഫർ ഹൊറർ മൂവീസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നൗൺ അല്ലേ വരുന്നത്. നേരെ മറിച്ച് ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച്, ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിലോ. ഇപ്പൊ ഈ സെന്റൻസ് നോക്കൂ, തനിയെ ജോലി ചെയ്യുന്നതാണ് അവൾക്കിഷ്ടം. അപ്പൊ അതാണ് അവൾ പ്രിഫർ ചെയ്യുന്നത്, തനിയെ ജോലി ചെയ്യുന്നത്. അവിടെ എങ്ങനെ പറയും? ഷി പ്രിഫേഴ്സ് ടു വർക്ക് എലോൺ എന്ന് പറയാം. അപ്പൊ അവിടെ വേർബ് വന്നത് കണ്ടോ, ഷി പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ടു വർക്ക്, ഷി പ്രിഫേഴ്സ് ടു വർക്ക് എലോൺ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഷി പ്രിഫേഴ്സ് വർക്കിംഗ് എലോൺ എന്നും പറയാം. മനസ്സിലായോ? അപ്പൊ രണ്ട് രീതിയുണ്ട്. പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ഷി പ്രിഫേഴ്സ് ടു വർക്ക് അല്ലെങ്കിൽ ഷി പ്രിഫേഴ്സ് വർക്കിംഗ് എലോൺ എന്ന് പറയും. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഷീ വുഡ് റാദർ എന്ന് പറയുന്നത്? ഷീഡ് റാദർ വർക്ക് എലോൺ. ഷീഡ് റാദർ കഴിഞ്ഞിട്ട് പിന്നെ ടു ഒന്നുമില്ല കേട്ടോ. ഷീഡ് റാദർ വർക്ക് എലോൺ. ആ ബേസ് ഫോം ഉപയോഗിക്കുക, ടു ഇല്ലാതെ. ഷീ വുഡ് കഴിഞ്ഞിട്ട് അങ്ങനെയാ പറയുന്നത്, ഷീഡ് റാദർ വർക്ക് എലോൺ. അപ്പൊ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ എല്ലാം അവൾക്കത് ഇഷ്ടമാണ് എന്ന് മാത്രമല്ല, നമ്മളിവിടെ എന്തോ കാര്യമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. ഇപ്പൊ ഗ്രൂപ്പായിട്ട് ജോലി ചെയ്യുന്നതിനേക്കാൾ അവൾക്ക് ഇഷ്ടം ഇതാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രിഫർ ഒക്കെ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ വെറുതെ ഷീ ലൈക്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. മനസ്സിലായോ? ഇപ്പൊ ചായ അവൾക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഷീ ലൈക്സ് ടീ എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വേറെ എന്തിനെയോ കൂടുതൽ, അതിനേക്കാൾ കൂടുതൽ എന്നൊരു അർത്ഥം കിട്ടാൻ അങ്ങനെ കമ്പയർ ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ഈ പ്രിഫർ അല്ലെങ്കിൽ ഷീഡ് റാദർ എന്നൊക്കെ പറയുന്നത്. ഇതുപോലെ വേറൊരെണ്ണം പറയാം. അവൾക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ ജനലിനടുത്തിരിക്കുന്നതാണ് ഇഷ്ടം എന്നാണ് എനിക്ക് പറയേണ്ടത്. അതായത് അവൾക്ക് വിൻഡോ സീറ്റ് ആണ് ഇഷ്ടം എന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് റാദർ ചേർത്ത് പറയുക? ഷീഡ് റാദർ സിറ്റ് നിയർ ദ വിൻഡോ. ഷീഡ് റാദർ സിറ്റ് നിയർ ദ വിൻഡോ. കണ്ടോ, ഷീഡ് റാദർ കഴിഞ്ഞിട്ട് വേർബ് വന്നു, ടു സിറ്റ് ഇല്ല കേട്ടോ. ഷീഡ് റാദർ സിറ്റ് നിയർ ദ വിൻഡോ. അല്ലെങ്കിൽ പ്രിഫർ ചേർത്തും പറയാലോ. അപ്പൊ എന്ത് പറയും? ഷി പ്രിഫേഴ്സ് ടു സിറ്റ് നിയർ ദ വിൻഡോ. ഷി പ്രിഫേഴ്സ് ടു സിറ്റ്. മനസ്സിലായോ? പ്രിഫേഴ്സ് കഴിഞ്ഞിട്ട് ടു സിറ്റ് എന്ന് പറഞ്ഞു. ഷി പ്രിഫേഴ്സ് ടു സിറ്റ് നിയർ ദ വിൻഡോ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ സിറ്റിംഗും പറയാം. ഷി പ്രിഫേഴ്സ് സിറ്റിംഗ് നിയർ ദ വിൻഡോ എന്നും പറയാം.
ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് പ്രിഫേഴ്സ് ചേർത്ത് ഇങ്ങനെ പറയാം, ഷി പ്രിഫേഴ്സ് ദ വിൻഡോ സീറ്റ്. വിൻഡോവിനടുത്തുള്ള സീറ്റാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന്. ഷി പ്രിഫേഴ്സ് ദ വിൻഡോ സീറ്റ്. ഇനി ഈ പ്രിഫർ അല്ലെങ്കിൽ റാദർ ഒക്കെ ചേർത്ത് എങ്ങനെയാണ് നെഗറ്റീവ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് പറയണം, എനിക്കതിപ്പോ ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ല, അതായത് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എന്ന്. അവിടെ നമ്മൾ എന്ത് പറയും? ഐഡ് റാദർ നോട്ട് ഡിസ്കസ് ഇറ്റ്. ഡിസ്കസ് ചെയ്യുന്നതാണ് ഇഷ്ടം എന്നായിരുന്നെങ്കിൽ നമ്മൾ പറയില്ലേ ഐഡ് റാദർ ഡിസ്കസ് ഇറ്റ് എന്ന്. ഇവിടെ നോട്ട് അതിന് മുമ്പ് കൊണ്ടുവന്നാൽ മതി. ഐഡ് റാദർ നോട്ട് ഡിസ്കസ് ഇറ്റ്. ആ വേർബിന് മുൻപാണ് നോട്ട് കൊണ്ടുവരുന്നത്. ഇത് പ്രിഫർ ചേർത്താണെങ്കിൽ എങ്ങനെയാ പറയാ? ഐ പ്രിഫർ നോട്ട് ടു ഡിസ്കസ് ഇറ്റ്. അവിടെയും നോട്ട് വേർബിന് മുമ്പ് കൊണ്ടുവന്നു, പക്ഷെ വേർബ് ടു ഡിസ്കസ് എന്ന് വരണം എന്ന് മാത്രമേ ഉള്ളൂ. ഐ പ്രിഫർ നോട്ട് ടു ഡിസ്കസ് ഇറ്റ്. അടുത്തതും ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്, ശ്രദ്ധിച്ച് കേൾക്കണേ. ഞങ്ങൾക്ക് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. റാദർ ചേർത്തൊന്ന് പറയൂ. We would rather not attend the meeting. We would rather not attend the meeting. Prefer ചേർത്താണെങ്കിൽ എങ്ങനെ പറയും? We prefer not to attend the meeting. We prefer not to attend the meeting. വ്യത്യാസം കണ്ടല്ലോ രണ്ട് സെന്റൻസിലും. rather എന്ന് പറയുമ്പോൾ ആ വേർബിന് മുൻപ് not attend. Prefer ചേർത്ത് പറയുമ്പോൾ വേർബിന് മുൻപ് not വരും, പക്ഷെ not to attend വരണം. attend ആ വേർബിന്റെ കൂടെ to കൂടെ വരണം, അത്രയേ ഉള്ളൂ. പിന്നെ മുൻപ് നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, എനിക്ക് ചായയാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ ഐ പ്രിഫർ ടീ എന്ന് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? പക്ഷെ ഇനി നമ്മൾ ചായയാണ് കാപ്പിയേക്കാൾ കൂടുതൽ ഇഷ്ടം എന്ന് പറയാൻ പോവാണ്. അവിടെ എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഐ പ്രിഫർ ടീ ടു കോഫി. പ്രിഫർ വരുമ്പോ എപ്പോഴും കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്, പക്ഷെ ടു ആണ് വരിക, ദാൻ അല്ല. ഐ പ്രിഫർ ടീ ടു കോഫി. അത് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അവിടെ പലർക്കും തെറ്റുന്ന ഒരു കാര്യം, പ്രിഫറിന്റെ കൂടെ ദാൻ ചേർക്കും, അത് തെറ്റാണ്. ഐ പ്രിഫർ ടീ ടു കോഫി. അപ്പൊ ഇതേ കാര്യം റാദർ ചേർത്ത് എങ്ങനെ പറയും? ഐഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. റാദർ വരുമ്പോ ദാൻ ആണ് വരിക, പ്രിഫറിന്റെ കൂടെ ടു ആണ് ആഡ് ചെയ്യുക. ഇത് നോക്കണേ, ഐഡ് റാദർ ഹാവ് ടീ ദാൻ കോഫി. അടുത്തത് നിങ്ങൾ തന്നെ അത് പറഞ്ഞു നോക്കൂ. ടി വി കാണുന്നതിനേക്കാൾ വായിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പ്രിഫർ ചേർത്ത് പറയൂ. ഐ പ്രിഫർ റീഡിങ് ടു വാച്ചിങ് ടി വി. ഐ പ്രിഫർ റീഡിങ് ടു വാച്ചിങ് ടി വി. ഇത് ഐഡ് റാദർ ചേർത്ത് എങ്ങനെ പറയും? ഐഡ് റാദർ റീഡ് ദാൻ വാച്ച് ടി വി. കാരണം ഓർമ്മയുണ്ടല്ലോ, ഐഡ് റാദർ കഴിഞ്ഞാൽ ആ വേർബിന്റെ ബേസ് ഫോം വരണം. ഐഡ് റാദർ റീഡ് ദാൻ വാച്ച് ടി വി. എങ്കിൽ ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് പറയേണ്ടത്, എനിക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേക്കാൾ നടന്നു പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. അത് നിങ്ങൾ ഐഡ് റാദർ ചേർത്തൊന്ന് പറഞ്ഞു നോക്കൂ. അത് വരുമ്പോ റാദർ വരുമ്പോ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് കഴിഞ്ഞ വേർബിന്റെ ബേസ് ഫോം വരണം അല്ലെ? ഇപ്പൊ എന്ത് പറയും? ഐഡ് റാദർ വാക്ക് ദാൻ ഡ്രൈവ്. അതും നോക്കണേ, റാദർ വരുമ്പോ ദാൻ വരണമല്ലോ. ഐഡ് റാദർ വാക്ക് ദാൻ ഡ്രൈവ്. ഇതേ കാര്യം പ്രിഫർ ചേർത്ത് എങ്ങനെ പറയും? ഐ പ്രിഫർ വാക്കിംഗ് ടു ഡ്രൈവിംഗ്. അവിടെ നമ്മൾ ആ പ്രിഫർ കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ രണ്ട് നൗൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നടത്തമാണ് വണ്ടി ഓടിച്ച് ഡ്രൈവിങ്ങിനേക്കാൾ, വണ്ടി ഓടിച്ച് പോകുന്നതിന് നമ്മൾ ഡ്രൈവിംഗ് എന്ന് പറയാണ്, അതിനേക്കാൾ ഇഷ്ടം എന്ന്. ഐ പ്രിഫർ വാക്കിംഗ് ടു ഡ്രൈവിംഗ്. വ്യത്യാസം മനസ്സിലായോ? റാദർ കഴിഞ്ഞിട്ട് നമ്മൾ ആ വേർബിന്റെ ബേസ് ഫോം കൊണ്ടുവരണം. പിന്നെ കമ്പയർ ചെയ്യുമ്പോൾ ദാൻ ആണ് വരിക റാദറിന്റെ കൂടെ. ഇനി നമുക്ക് ദാൻ ഇല്ലാതെ ഒന്ന് റാദർ യൂസ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മളൊരു സ്റ്റോറിൽ പോയിട്ട് രണ്ട് കളേഴ്സിലുള്ള ഷർട്ട്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കട്ടെ, ഒരു ബ്ലൂവും ഒരു റെഡും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാണ്, എനിക്ക് റെഡ് ഷർട്ട് എടുക്കാനാണ് കൂടുതൽ താല്പര്യം, അത് വാങ്ങാനാണ് കൂടുതൽ ഇഷ്ടം എന്ന്. അവിടെ എന്ത് പറയും? ഐഡ് റാദർ ബൈ ദ റെഡ് വൺ. അതായത് റെഡ് ഷർട്ട്, ഐഡ് റാദർ ബൈ ദ റെഡ് വൺ. അവിടെ നമ്മൾ എനിക്ക് ബ്ലൂവിനേക്കാൾ റെഡ് ആണ് കൂടുതൽ ഇഷ്ടം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് റെഡ് ആണ് കൂടുതൽ ഇഷ്ടം എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ദാൻ അവിടെ കൊണ്ടുവരാത്തത്. ഐഡ് റാദർ ബൈ ദ റെഡ് വൺ എന്ന് പറഞ്ഞാൽ മതി. ഇനി കമ്പയർ ചെയ്ത് രണ്ട് കാര്യങ്ങൾ പറയാം. ലേറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നതിനേക്കാൾ കുറച്ച് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. അവിടെ നമ്മൾ ശരിക്കും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എങ്ങനെയാണ് റാദർ ദാൻ യൂസ് ചെയ്ത് പറയാ? ഐഡ് റാദർ സ്റ്റാർട്ട് ഏർലി ദാൻ ഫിനിഷ് ലേറ്റ്. ഐഡ് റാദർ സ്റ്റാർട്ട് ഏർലി ദാൻ ഫിനിഷ് ലേറ്റ്. മനസ്സിലായോ എങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന്? അപ്പോൾ ഇത് ഓർത്താൽ മതി. റാദർ യൂസ് ചെയ്യുമ്പോൾ ദാൻ കൊണ്ടുവരണം. പ്രിഫർ ആണെങ്കിൽ ടു ആണ് വരിക. പിന്നെ റാദർ കഴിഞ്ഞിട്ട് ആ വേർബിന്റെ ബേസ് ഫോം വിതൗട്ട് ടു
ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പാറ്റേൺ നോക്കാം. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറില്ലേ, നീ അങ്ങനെ പറയാനേ പാടില്ലായിരുന്നു, ആ പറഞ്ഞത് തന്നെ തെറ്റായിപ്പോയി, അവിടെ തന്നെ തെറ്റുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പറയുമല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നറിയാമോ? യു ഷുഡിൻ ഹാവ് സെഡ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അവിടെ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് അവിടെ തന്നെ തെറ്റി, അത് തന്നെ തെറ്റായി പോയി എന്ന് നമുക്ക് അവിടെ എടുത്തു പറയണം. അതിനാണ് നമ്മൾ ആ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്നൊരു ഫ്രേസ് യൂസ് ചെയ്യുന്നത്. യു ഷുഡിൻ ഹാവ് സെഡ് ദാറ്റ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അവിടെ ഒന്നാമത് അത് തെറ്റിപ്പോയി, രണ്ടാമത് ഇങ്ങനെ വേറൊരു തെറ്റുപറ്റി, അങ്ങനെ നമ്മൾ ഒരു എണ്ണം പറയാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, ഫേസ്റ്റ്ലി എന്നുള്ളൊരു അർത്ഥത്തിൽ പറയുന്നതല്ല. ഇങ്ങനൊരു കാര്യമേ തെറ്റിപ്പോയി, ഈവൻ ദാറ്റ് വാസ് റോങ് എന്നൊരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഈ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇവിടെ കൊണ്ടുവന്നത് കേട്ടോ. ഇനി അടുത്തത്, ഞാൻ ആ ജോലി സ്വീകരിക്കാനേ പാടില്ലായിരുന്നു, ആ ജോലി അക്സെപ്റ്റ് ചെയ്യാനേ പാടില്ലായിരുന്നു എന്ന് പറയാണ്. അവിടെ എന്ത് പറയും? ഐ ഷുഡൻ ഹാവ് ടേക്കൻ ദ ജോബ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. അത് ചെയ്തത് തന്നെ തെറ്റായി പോയി, അതുപോലും പാടില്ലായിരുന്നു എന്നാണേ. ഐ ഷുഡൻ ഹാവ് ടേക്കൻ ദ ജോബ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇനി നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള തരം ഒരു ചോദ്യമാണിതേ, നീ എന്തിനാണ് അവിടെ പോയത് തന്നെ, അതിന്റെ തന്നെ ആവശ്യം എന്തായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു ഗോ ദെയർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? പോവേണ്ട ആവശ്യം എന്തായിരുന്നു? വൈ ഡിഡ് യു ഗോ ദെയർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്ന് ഓർത്തു നോക്കൂ. നമുക്ക് പരിചയമുള്ള ഒരാള് നമ്മളോട് ചോദിക്കാതെ നമ്മുടെ കാർ എടുത്തുകൊണ്ട് പോയിന്നിരിക്കട്ടെ, എന്നിട്ട് ഈ കാർ എവിടെയെങ്കിലും മുട്ടി അത് ആക്സിഡന്റും ആയി എല്ലാം കഴിയുമ്പോൾ നമ്മൾ എന്തായിരിക്കും അയാളോട് പറയുന്നത്? അയാൾ എന്റെ കാറ് എടുക്കാനേ പാടില്ലായിരുന്നു, അവിടെ തന്നെ തെറ്റിപ്പോയി, അത് തന്നെ പാടില്ലായിരുന്നു എന്ന് പറയില്ലേ? അവിടെ നമ്മൾ എങ്ങനെ പറയാ? ഹി ഷുഡന്റ് ഹാവ് ടേക്കൻ മൈ കാർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഹി ഷുഡന്റ് ഹാവ് ടേക്കൻ, അത് എടുക്കാനേ പാടില്ലായിരുന്നു എന്ന്. അതിനാണ് നമ്മൾ ആ ഷുഡന്റ് ഹാവ് ടേക്കൻ കൊണ്ടുവന്നത് കേട്ടോ. ഹി ഷുഡന്റ് ഹാവ് ടേക്കൻ മൈ കാർ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഇവിടെ നമ്മൾ ആ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് യൂസ് ചെയ്തല്ലോ. ഇതേ അർത്ഥം കിട്ടാൻ നമുക്ക് ഇംഗ്ലീഷിൽ വേറൊരു ഫ്രേസ് കൂടെ ഉപയോഗിക്കാം, ടു ബിഗിൻ വിത്ത് എന്ന് പറയാം. അപ്പൊ അവിടെ എങ്ങനെ പറയുന്ന അറിയാമോ? ഹി ഷുഡന്റ് ഹാവ് ടേക്കൻ മൈ കാർ ടു ബിഗിൻ വിത്ത്. അപ്പോ ആദ്യം നമ്മൾ ആ ഇൻ ദ ഫസ്റ്റ് പ്ലേസ് എന്ന് കണ്ടില്ലേ, അതിന് പകരം ടു ബിഗിൻ വിത്ത് എന്ന് ചേർത്തന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ രണ്ട് ഫ്രേസസും വരുന്നത് സെന്റൻസസിന്റെ അവസാനമായിരിക്കും. അതായത് ഇങ്ങനെ ഒരു കാര്യമേ ചെയ്യരുതായിരുന്നു, അവിടെ തന്നെ തെറ്റി, അത് തന്നെ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു അർത്ഥം കിട്ടാനാണെങ്കിൽ ഈ രണ്ട് ഫ്രേസസും സെന്റൻസസിന്റെ അവസാനമാണ് കൊണ്ടുവരേണ്ടത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് സെന്റൻസിന് ആദ്യം പറയുകയാണെങ്കിൽ അവിടെ അർത്ഥം വേറെയാണ്, അത് വേറൊരു അർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളെ ഒരു പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കട്ടെ, പക്ഷെ നമുക്ക് പല റീസൺസ് കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ ആരെങ്കിലും നമ്മൾ കാണുമ്പോൾ എന്ത് പറ്റി, പാർട്ടിയിൽ കണ്ടില്ലല്ലോ, എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ പല കാരണങ്ങൾ പറയും അല്ലെ. അവിടെ അത് എങ്ങനെയാ പറയുന്നത് നോക്കൂ. ഒന്നാമത്, എനിക്ക് സുഖമില്ലായിരുന്നു, അതാണ് ആദ്യത്തെ റീസൺ. അവിടെ എങ്ങനെ പറയുന്നത് നോക്കൂ. ടു ബിഗിൻ വിത്ത് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ. ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ, അതാണ് ഒരു റീസൺ. അതിന് മുൻപ് നമ്മൾ എന്താ പറഞ്ഞത്? ടു ബിഗിൻ വിത്ത്. ഇത് കഴിഞ്ഞിട്ട് വേറെയും റീസൺസ് വരുമല്ലോ, അതെങ്ങനെയാ പറയുന്നേ നോക്കൂ. അവിടെ നമുക്ക് പറയേണ്ടത് അതിന് പുറമെ നല്ല തണുപ്പുമായിരുന്നു എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ആദ്യം ഒരു കാര്യം പറഞ്ഞു, അതിന് പുറമെ, അത് കൂടാതെ എന്ന് പറഞ്ഞ അടുത്തത് പറയാണ്. അവിടെ എന്ത് പറയാന്നറിയാമോ? ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇറ്റ് വാസ് ടു കോൾഡ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, ഇതിന് പുറമെ, ഇത് കൂടാതെ എന്നാണ്. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഇറ്റ് വാസ് ടു കോൾഡ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഈ ടു ബിഗിൻ വിത്ത് എന്നുള്ളത് സെന്റൻസിന് ആദ്യം പറയുന്നതെന്ന് മനസ്സിലായോ? പല റീസൺസ് പറയേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കാര്യം ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റീസൺസ് പറയുമ്പോൾ, നമ്മളൊരു കാര്യം ചെയ്യാനുള്ളതിന്റെ കാരണങ്ങൾ നിരത്തുമ്പോ അവിടെ ആ ആദ്യത്തത് പിന്നെ അടുത്തത് എന്നൊക്കെ പറയേണ്ടി വരുമ്പോഴാണ് ടു ബിഗിൻ വിത്ത് എന്ന് നമ്മൾ പറയുന്നത്. അത് സെന്റൻസിന്റെ ആദ്യമാണ് വരിക. വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പൊ ഹോളിഡേയ്സ് ആണല്ലോ, അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു റിസോർട്ടിൽ പോയി സ്റ്റേ ചെയ്തു എന്നിരിക്കട്ടെ. തിരിച്ചു വരുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് അവിടെ സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ നമുക്ക് അവിടുത്തെ സ്റ്റേ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നിരിക്കട്ടെ. അവിടെ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അവിടെ എങ്ങനെ പറയുന്നത് നോക്കൂ. ഒന്നാമത്തെ കാര്യം, ഇത് ആകപ്പാടെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു എന്നാണ് നമുക്ക് പറയേണ്ടത്. എന്ത് പറയും? ടു ബിഗിൻ വിത്ത് ഇറ്റ് വാസ് എക്സ്പെൻസീവ്. ടു ബിഗിൻ വിത്ത്, അവിടെ ആദ്യത്തെ കാര്യമായിട്ടുള്ളൂ. ഇനി കൂടുതൽ പറയാനുണ്ടേ. അപ്പൊ മുൻപ് നമ്മൾ ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എന്ന് പറഞ്ഞല്ലോ, അതിന് പകരം വാട്ട്സ് മോർ, അതായത് അത് മാത്രമോ എന്ന് പറഞ്ഞ അടുത്തത് പറയാണ്. വാട്ട്സ് മോർ ദ സർവീസ് വാസ് ടെറിബിൾ. അവരുടെ ആ ഒരു സർവീസ് വളരെ മോശമായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ കാര്യം എങ്ങനെ പറഞ്ഞത് നോക്കൂ. കൂടി ചേർത്തത് എങ്ങനെയാന്ന് നോക്കൂ. വാട്ട്സ് മോർ ദ സർവീസ് വാസ് ടെറിബിൾ. ആദ്യത്തെ കാര്യം പറയാൻ ടു ബിഗിൻ വിത്ത് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞു.
ഇനി അവിടുത്തെ റൂംസിനെ കുറിച്ച് പറയാൻ കേട്ടോ. ഒന്നാമത് അവിടുത്തെ ആ റൂം വളരെ ചെറുതായിരുന്നു. ടു ബിഗിൻ വിത്ത് ദ റൂം വാസ് ടൈനി. വളരെ ചെറുതായിരുന്നു, ഒന്ന് വെരി സ്മോൾ. അതിനാണ് നമ്മൾ ടൈനി പറഞ്ഞത്. ടു ബിഗിൻ വിത്ത് ദ റൂം വാസ് ടൈനി. അത് മാത്രമല്ല വളരെ നോയ്സിയുമായിരുന്നു, ആകെ ശബ്ദം ബഹളമൊക്കെ ആയിരുന്നു. ബിസൈഡ്സ് ഇറ്റ് വാസ് നോയ്സി എന്ന് പറയാം. ബിസൈഡ്സ്, എന്തുകൊണ്ടാണ് ബിസൈഡ്സ് എന്ന് പറയുന്നത്? അത് കൂടാതെ, അതിന് പുറമേ എന്നുള്ള അർത്ഥത്തിലാണ് ബിസൈഡ്സ് ഇറ്റ് വാസ് നോയ്സി. അപ്പോ ആദ്യത്തെ ഒരു കാര്യം പറയുമ്പോൾ ടു ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ടുള്ളത് പറയുമ്പോൾ എന്തൊക്കെ ഫ്രേസസ് നമുക്ക് യൂസ് ചെയ്യാൻ നോക്കൂ. ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് എന്ന് പറയാം, വാട്ട്സ് മോർ എന്ന് പറയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു വേർഡ് ആഡ് ചെയ്താൽ മതി. ബിസൈഡ്സ് എന്ന് പറഞ്ഞ അടുത്ത റീസൺ പറയാം. ഇതേപോലെ എന്തിന്റെയെങ്കിലും റീസൺസ് പറയാൻ, ആദ്യത്തത് അടുത്തത് എന്നൊക്കെ പറഞ്ഞ് പറയാൻ നമുക്ക് ഇൻ ദ ഫസ്റ്റ് പ്ലേസ് യൂസ് ചെയ്യാം. പക്ഷെ അത് സെന്റൻസിന്റെ ആദ്യം വരണം. ഇപ്പോ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ആ ബാഗ് വാങ്ങാതിരുന്നത്? വാങ്ങാൻ പോയതാണല്ലോ, പിന്നെ എന്താ വാങ്ങാതിരുന്നേ? അവിടെ എന്താ നമ്മൾ പറയാ? വാങ്ങാതിരുന്നതിനുള്ള കാരണങ്ങൾ പറയും അല്ലെ. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇറ്റ് വാസ് ടു ബിഗ്. ഒന്നാമത്തെ കാര്യം അത് വളരെ വലുതായിരുന്നു. ഇൻ ദ ഫസ്റ്റ് പ്ലേസ് ഇറ്റ് വാസ് ടു ബിഗ്. പിന്നെ എന്താ പ്രശ്നം ഉണ്ടായിരുന്നത്? അതിന്റെ ക്വാളിറ്റി വളരെ മോശമായിരുന്നു. അവിടെ എന്ത് പറയും? ആൻഡ് ഇൻ ദ സെക്കൻഡ് പ്ലേസ് ദ ക്വാളിറ്റി വാസ് പുവർ. അവിടെ പറഞ്ഞു കേട്ടോ, ഇൻ ദ സെക്കൻഡ് പ്ലേസ് ദ ക്വാളിറ്റി വാസ് പുവർ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ദ ഫസ്റ്റ് പ്ലേസ് പോലെ ഇൻ ദ സെക്കൻഡ് പ്ലേസ്, വേണമെങ്കിൽ ഇൻ ദ തേർഡ് പ്ലേസ് എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഇനി നമ്മൾ അടുത്ത പാറ്റേൺ കാണാൻ പോകട്ടോ. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെന്റൻസ് പാറ്റേൺ ആണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. ഞാൻ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. അപ്പൊ നമ്മൾ ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിലേക്ക് പോകാന്നിരിക്കട്ടെ. ഇപ്പൊ സമയം ഇപ്പൊ തന്നെ 5 മണി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഏതാണ്ട് ഉറപ്പാണ് അവിടെ നിന്ന് എല്ലാവരും പോയിട്ടുണ്ടാകും, പോയി കാണണം എന്ന് നമുക്കൊരു ഉറപ്പുണ്ട്. അപ്പൊ അത് മലയാളത്തിൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാവരും പോയി കാണും, പോയി കാണണം എന്ന്. ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? എവ്രി വൺ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് എന്നാ പറയുന്നത്. എവ്രി വൺ മസ്റ്റ് ഹാവ്. ഒരു കാര്യം നടന്നിട്ടുണ്ടാകണം എന്ന് നമുക്ക് ലോജിക്കലി അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു നിഗമനത്തിലേക്ക് എത്താൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മസ്റ്റ് ഹാവ് യൂസ് ചെയ്യാം. ഇവിടെ റീസൺ എന്താണ്? 5 മണി കഴിഞ്ഞു, ആ സ്ഥിതിക്ക് എല്ലാവരും ഓഫീസിൽ നിന്ന് പോയി കാണുന്നത് നമുക്ക് ഏതാണ്ട് ഉറപ്പാണല്ലോ. അതുകൊണ്ട് മസ്റ്റ് ഹാവ് പറഞ്ഞു. പിന്നെ മസ്റ്റ് ഹാവ് കഴിഞ്ഞിട്ട് ആ വേർബിന്റെ മൂന്നാമത്തെ ഫോം കൊണ്ടുവരണം. ഇവിടെ ലീവാണ് വേർബ്. എവിടെ നിന്നെങ്കിലും പോവുക, ഇറങ്ങുക, ലീവാണ്. അതിന്റെ V3 ഫോം ആണ് ലെഫ്റ്റ്. എവ്രി വൺ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് എന്നാ പറഞ്ഞത്. ഇനി ഒരു ചോദ്യം, ഇവിടെ നമുക്ക് ആ സാധ്യത കുറച്ചുകൂടെ കുറവാണെന്നിരിക്കട്ടെ. അതായത് ഇപ്പൊ നമുക്ക് പറയുന്നത് എല്ലാവരും പോയിട്ടുണ്ടാകാം എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ചാൻസ് കുറവാണ്, നമുക്ക് ഉറപ്പില്ല അല്ലെ. അവിടെ എന്ത് പറയും? എവ്രി വൺ മൈറ്റ് ഹാവ് ലെഫ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എവ്രി വൺ മേ ഹാവ് ലെഫ്റ്റ് എന്നും പറയാം. ഈ മേ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് നമ്മളിത് ഈ പാസ്റ്റില് പോയിട്ടുണ്ടാകാം, കഴിഞ്ഞ ഒരു കാര്യത്തെ കുറിച്ചാണല്ലോ പറയുന്നത്, അവിടെ എങ്ങനെ നമ്മൾ മേ കൊണ്ടുവരും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം ഇവിടെ മസ്റ്റ് ഹാവ്, മൈറ്റ് ഹാവ്, മേ ഹാവ്, അവിടെ എല്ലാം ഹാവ് ചേർന്ന് വന്നല്ലോ. അപ്പൊ നമ്മൾ ഈ പറയുന്നതെല്ലാം പാസ്റ്റ് ടെൻസിനെ കുറിച്ച്, പാസ്റ്റിലെ കാര്യങ്ങളെ കുറിച്ചായി, പാസ്റ്റ് ടെൻസ് ആയി മാറിയത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ വ്യത്യാസം മൈറ്റ് ഹാവും മേ ഹാവും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുക മൈറ്റ് ഹാവ് ആണ്. മേ ഹാവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർമൽ ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അതുകൊണ്ട് സാധാരണ കോൺവെർസേഷൻസിൽ മൈറ്റ് ഹാവ് ആയിരിക്കും കാണുക, സാധ്യത കുറവാണെങ്കിൽ കേട്ടോ. സാധ്യത വളരെ കൂടുതലാണെങ്കിൽ മസ്റ്റ് ഹാവ് തന്നെ യൂസ് ചെയ്യണം. അടുത്തത് നോക്കൂ, അയാള് ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകും, മറന്നു വെച്ചിട്ടുണ്ടാകണം. നമ്മൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഗെസ് ചെയ്യാണ്. ഇവിടെ എന്ത് പറയും? ഹി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം. വീട്ടിൽ മറന്നു വെക്കുക എന്നുള്ളതാണ് ടു ലീവ് സംതിങ് അറ്റ് ഹോം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? ഹി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ദ ഫോൺ അറ്റ് ഹോം. ഇനി അതിന് സാധ്യത കുറവാണെങ്കിലോ, അങ്ങനെ പറ്റിയിട്ടുണ്ടാകാം എന്നാണ് പറയുന്നതെങ്കിലോ, ഹി മൈറ്റ് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ മസ്റ്റ് ഹാവ് മാറ്റി നമ്മൾ മൈറ്റ് ഹാവ് കൊണ്ടുവന്നു. ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഓർത്ത് നോക്കിയേ, ആരെങ്കിലും നമ്മുടെ അടുത്ത് നിന്ന് ഇറങ്ങി, നമ്മൾ വിചാരിച്ചതിലും നേരത്തെ അവര് എത്തേണ്ട സ്ഥലത്ത് എത്തിയെങ്കിൽ നമ്മൾ എന്തായിരിക്കും അവിടെ അനുമാനിക്കുന്നത്? സ്ട്രോങ് ആയിട്ട് നമുക്കവിടെ ഒരു ഗെസ് ഉണ്ട്. എന്തായിരിക്കും? അവര് ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടാകും, എടുത്തിട്ടുണ്ടാകണം. അവിടെ എന്ത് പറയും? They must have taken the shortcut. They must have taken the shortcut. Take ആണല്ലോ verb. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് taken. They must have taken the shortcut. ഇനി അതിന് സാധ്യത കുറവാണെങ്കിൽ, എടുത്തിട്ടുണ്ടാകാം എന്നാണെങ്കിൽ they might have taken the shortcut. കുറച്ചുകൂടെ ഫോർമൽ ആയിട്ട് പറയാനാണെങ്കിൽ ഇപ്പൊ ഈ കണ്ട സെന്റൻസ് they may have taken the shortcut എന്ന് പറയാം. ഇനി ഇത് എങ്ങനെ പറയും? നീ പറഞ്ഞത് തെറ്റിക്കേട്ട് കാണണം,
തെറ്റ് കേട്ടിട്ടുണ്ടാകും. അതെങ്ങനെ പറയും? ഐ മസ്റ്റ് ഹാവ് മിസ്ഹേർഡ് യു. ഐ മസ്റ്റ് ഹാവ് മിസ്ഹേർഡ് യു. തെറ്റ് കേൾക്കുക എന്നുള്ളതിന് ടു മിസ് ഹിയർ എന്ന് പറയാം. അതാണ് ഐ മസ്റ്റ് ഹാവ് മിസ്ഹേർഡ് യു. സാധ്യത കുറവാണെങ്കിൽ ഐ മൈറ്റ് ഹാവ് എന്ന് പറയും. അപ്പൊ ഇതെങ്ങനെ പറയും? അവള് ബിസി ആയിരുന്നിരിക്കണം. അതെങ്ങനെയാ പറയാ? ഷീ മസ്റ്റ് ഹാവ് ബീൻ ബിസി. അവിടെ എവിടെ നിന്നാണ് ബീൻ വന്നതെന്ന് മനസ്സിലായോ? ഞാൻ മലയാളത്തിൽ പറഞ്ഞത് ബിസി ആയിരുന്നിരിക്കണം എന്നാണല്ലോ. അപ്പോ ആവുക, ആയിരിക്കുക, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ബി കൊണ്ടുവരുന്നത്. അതിന്റെ മൂന്നാമത്തെ ഫോമാണ് ബീൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ആ ബീൻ അവിടെ നമ്മൾ ചേർക്കണം കേട്ടോ. അപ്പൊ പറയുന്നത് ഷി മസ്റ്റ് ഹാവ് ബീൻ ബിസി എന്നാണ്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ സെന്റൻസ് ഓർക്കുന്നുണ്ടോ? എല്ലാവരും പോയി കാണും, എല്ലാവരും പോയി കാണണം. അതെങ്ങനെയായിരുന്നു പറഞ്ഞത്? എവ്രി വൺ മസ്റ്റ് ഹാവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞു അല്ലേ? ഇതിന്റെ നെഗറ്റീവ് നമ്മൾ എങ്ങനെ പറയും? നമുക്ക് പറയേണ്ടത് എല്ലാവരും പോയിട്ടുണ്ടാകില്ല എന്നാണെന്ന് ഇരിക്കട്ടെ. അപ്പൊ പോയി കാണില്ല എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷെ ഇത് നെഗറ്റീവ് ആണ് താനും. അവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? ഈ മസ്റ്റ് ഹാവിന്റെ നെഗറ്റീവ് അങ്ങ് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എവ്രി വൺ മസ്റ്റ് നോട്ട് ഹാവ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അതിന് പകരം നമ്മൾ വേറൊരു മോഡൽ വേർബ് ആണ് ഈ പാസ്റ്റ് ഫോമിൽ യൂസ് ചെയ്യുക. അവിടെ നമുക്ക് കാൺഡ് ഹാവ് അല്ലെങ്കിൽ കുഡിന്റ് ഹാവ് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ പറയാ എവ്രി വൺ കാൺഡ് ഹാവ് ലെഫ്റ്റ് അല്ലെങ്കിൽ എവ്രി വൺ കുഡിന്റ് ഹാവ് ലെഫ്റ്റ് എന്നാണ്. അപ്പൊ എന്താ വ്യത്യാസം? രണ്ടും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ഇപ്പൊ പെട്ടെന്നൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാവരും പോയി കാണില്ല എന്ന് പറയാൻ എവ്രി വൺ കാൺഡ് ഹാവ് ലെഫ്റ്റ് എന്ന് പറയാം. നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടാവോ, അങ്ങനെ പോയി കാണില്ല എന്ന് കുറച്ചൊരു റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു ആലോചനയൊക്കെ കഴിഞ്ഞിട്ട് പറയുമ്പോൾ കുഡിന്റ് ഹാവ് പറയാനാണ് കൂടുതൽ സാധ്യത. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷെ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ കൂടുതൽ ഉപയോഗിക്കുക കുഡിന്റ് ഹാവ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അയാള് ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകണം. എന്താ പറഞ്ഞേ? ഹി മസ്റ്റ് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം എന്ന് പറഞ്ഞു. ഇനി അയാള് ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകില്ല എന്ന് പറയണമെങ്കിലോ അവിടെ നമുക്ക് ഓൾമോസ്റ്റ് ഷുവർ ആണ് അയാളത് ചെയ്തിട്ടുണ്ടാകില്ല എന്ന്. അവിടെ പറയാ ഹി കുഡന്റ് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം എന്നാണ്. മനസ്സിലായോ? മസ്റ്റ് നോട്ട് ഹാവ് അല്ല, കുഡന്റ് ഹാവ് ആണ് നെഗറ്റീവ് സെന്റൻസിലൂടെ കൊണ്ടുവരേണ്ടത്. ഇനി നമ്മളിപ്പോ കണ്ട ഈ സെന്റൻസ് ഉണ്ടല്ലോ, ഹി കുഡന്റ് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം എന്ന് പറഞ്ഞില്ലേ? ഇതിന് പകരം നമുക്കിവിടെ പറയേണ്ടത് അയാള് ഫോൺ വീട്ടിൽ മറന്നു വെച്ചിട്ടുണ്ടാകാൻ വഴിയില്ല എന്നാണെന്നിരിക്കട്ടെ. അപ്പൊ ആദ്യത്തെ സെന്റൻസിൽ നമ്മൾ കുറച്ചുകൂടെ ഉറപ്പായിട്ടാ പറയുന്നത് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാകില്ല എന്ന്. രണ്ടാമത്തേല് അതിന് സാധ്യതയില്ല, വഴിയില്ല എന്നൊക്കെയാ പറയുന്നത്. അവിടെ നമ്മൾ മൈറ്റ് നോട്ട് ഹാവ് കൊണ്ടുവരും. ഹി മൈറ്റ് നോട്ട് ഹാവ് ലെഫ്റ്റ് ഹിസ് ഫോൺ അറ്റ് ഹോം എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകില്ല എന്നുള്ളതിനുള്ള സാധ്യത കുറവാണെങ്കിൽ അവിടെ മൈറ്റ് നോട്ട് ഹാവ് യൂസ് ചെയ്യാം. ഇനി ഇത് നോക്കൂ, അവൻ തനിച്ച് ആ കേക്ക് മുഴുവൻ കഴിച്ചിട്ടുണ്ടാകില്ല. അവിടെ എന്താ പറയുന്നത്? ഹി കുഡന്റ് ഹാവ് ഈറ്റൻ ഓൾ ദ കേക്ക് ബൈ ഹിംസെൽഫ്. അവൻ ഒറ്റയ്ക്ക്, അവൻ തനിയെ, അതിനാണ് ബൈ ഹിംസെൽഫ് എന്ന് പറയുന്നത് കേട്ടോ. ഹി കുഡന്റ് ഹാവ് ഈറ്റൻ ഓൾ ദ കേക്ക് ബൈ ഹിംസെൽഫ്. ഇനി അടുത്തത് നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ മലയാളത്തിൽ പറയാണ്, അയാള് ആ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് മറന്നു പോയിട്ടുണ്ടാകില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? കാൺഡ് ഹാവ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുഡന്റ് ഹാവ് യൂസ് ചെയ്യാം. നെഗറ്റീവ് സെന്റൻസസ് ആണല്ലോ. അപ്പൊ എന്താ പറയാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ഹി കാൺഡ് ഹാവ് ഫൊർഗോട്ടൻ അബൌട്ട് ദി അപ്പോയിന്റ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹി കുഡന്റ് ഹാവ് ഫൊർഗോട്ടൻ അബൌട്ട് ദി അപ്പോയിന്റ്മെന്റ് എന്നും പറയാം. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞൊരു സെന്റൻസ് ഓർമ്മയുണ്ടോ? അവര് നേരത്തെ എത്തി, അപ്പൊ അവര് ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടാകണം എന്ന് പറയാൻ നമ്മൾ എന്താ പറഞ്ഞേ? ദേ മസ്റ്റ് ഹാവ് ടേക്കൻ ദ ഷോർട്ട് കട്ട്. അപ്പൊ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാകും നമുക്ക് ഉറപ്പാണ്, ദേ മസ്റ്റ് ഹാവ്. ഇനി എനിക്ക് പറയേണ്ടത് അവര് ഷോർട്ട് കട്ട് എടുത്തിട്ടുണ്ടാകില്ല. ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ഉറപ്പ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ദേ കാൺഡ് ഹാവ് ടേക്കൻ ദ ഷോർട്ട് കട്ട്, അല്ലെങ്കിൽ ദേ കുഡന്റ് ഹാവ് ടേക്കൻ ദ ഷോർട്ട് കട്ട്. അപ്പൊ മനസ്സിലായോ? മസ്റ്റ് ഹാവും കാൺഡ് ഹാവ് അല്ലെങ്കിൽ കുഡന്റ് ഹാവും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന്? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഈ ഒരു പാറ്റേൺസ് ഉണ്ടല്ലോ, ഇതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് തരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ആൻസർ ചെയ്യണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നീ അവളെ വിശ്വസിക്കാനേ പാടില്ലായിരുന്നു. അവിടെ തന്നെ തെറ്റിപ്പോയി, അതുപോലും പാടില്ലായിരുന്നു എന്നാ പറയുന്നത്. അതെങ്ങനെയാ പറയുക? ആ ഒരു ഫ്രേസ് സെന്റൻസിന്റെ എവിടെയാണ് വരുന്നതെന്ന് പ്രത്യേകം ഓർക്കണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് പുറത്തു നിന്ന് കഴിക്കുന്നതിലും ഇഷ്ടം വീട്ടിൽ നിന്ന് കഴിക്കുന്നതാണ്. അതെങ്ങനെ പറയും? നമ്മളിവിടെ 2 കാര്യങ്ങൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളതിന് ടു ഈറ്റ് ഔട്ട് എന്ന് പറയാം, വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് ടു ഈറ്റ് അറ്റ് ഹോം എന്നും പറയാം കേട്ടോ. അപ്പൊ അതെങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. മൂന്നാമത്തത്, അയാൾ നേരത്തെ വീട്ടിൽ പോയിട്ടുണ്ടാകണം എന്ന് നമ്മൾ സ്ട്രോങ് ആയിട്ട് ഗസ് ചെയ്യാണ്. അവിടെ എന്ത് പറയും? 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ.
അവൾ അത് ചെയ്തിട്ടുണ്ടാകില്ല. അവിടെയും നമുക്ക് ഏറെക്കുറെ ഉറപ്പാണ്, പക്ഷെ നെഗറ്റീവ് സെന്റൻസ് ആണ്. അവൾ അത് ചെയ്തിട്ടുണ്ടാകില്ല. ഈ 4 സെന്റൻസസും നന്നായിട്ട് ആലോചിച്ച് ഇംഗ്ലീഷിൽ ഫോം ചെയ്ത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയി കാണും ഞാൻ പ്രതീക്ഷിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. അപ്പൊ നമുക്കിവിടെ പുതിയൊരു വർഷം നമ്മളെ കാത്തുതാ പടിവാതിൽക്കൽ നിൽക്കുകയാണ്. അപ്പോൾ വിഷ് യു ഓൾ എ വെരി ഹാപ്പി, bright and prosperous 2026. Take care. Bye-bye.